നാളെ ഉത്രാടം. തിരുവോണത്തിന്റെ അവസാനവട്ട തയ്യാറെടുപ്പിനുള്ള പാച്ചിൽ. ഓണക്കൊടി മുതൽ സദ്യവട്ടത്തിനുള്ള വിഭവങ്ങൾ വാങ്ങിക്കൂട്ടാൻ നാളെ രാവിലെ ആളുകൾ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഇറങ്ങും. ഇന്നും ജില്ലയിലെ ടൗണുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് പ്രവൃത്തി ദിനമാണ്. നാളെ മുതൽ ഓണാവധി. ഓണക്കോടി മുതൽ ഓണസദ്യയ്ക്ക് ആവശ്യമായ വിഭവങ്ങൾ വരെ വാങ്ങിക്കൂട്ടുവാൻ നാളെ ഉത്രാടപ്പാച്ചിലിന്റെ ഭാഗമായി വൻ തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഇടുക്കി ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രവൃത്തി ദിനമായതിനാൽ ജോലി കഴിഞ്ഞെത്തിയവരും ഓണാവധിക്ക് മുന്നോടിയായി സാധനങ്ങൾ വാങ്ങാനെത്തിയവരുമാണ് ടൗണുകളിൽ നിറഞ്ഞത്. തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം, അടിമാലി, ചെറുതോണി, കുമ്പളി, മൂന്നാർ തുടങ്ങിയ പ്രധാന ടൗണുകളിലെല്ലാം ഇന്നലെ മുതൽ തന്നെ ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉത്രാടപ്പാച്ചിലിന് മുമ്പായി ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാനുള്ള തിരക്കിലാണ് നാട്ടുകാർ. നാളെ തിരക്ക് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് പായസം, ചിപ്സ്, പച്ചക്കറി കടകളിലാണ് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. തിരക്കുണ്ടോന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്, പക്ഷെ മഴ വലിയൊരു പ്രശ്നം. ആളുകൾക്ക് വന്നെത്താനും നിന്ന് വാങ്ങാനും എല്ലായിടത്തും മഴയെ കാരണം ബുദ്ധിമുട്ടുണ്ട്. അതൊരു പ്രശ്നമാണ് പ്രാവശ്യമുള്ളത്. പക്ഷെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇലക്കായ്ക്കൊക്കെ വിലയുണ്ട്. അത്യാവശ്യം പണിയൊക്കെ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കാൻ കാലാവസ്ഥ അനുകൂലമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള ഒരു വിഷമം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. എങ്കിലും ആളുകൾ വരുന്നുണ്ട്. നല്ല സഹകരണം ഉണ്ട്. പായസം 2-3 കൂട്ടം പായസം കിട്ടിയാൽ എത്ര പായസം വെച്ചാലും തികയത്തില്ല. ആളുകൾ സന്തോഷത്തോടെ വന്ന് വാങ്ങുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പല ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചതായി ഉപഭോക്താക്കൾ പറയുന്നു. പൂക്കൾക്കും പച്ചക്കറികൾക്കും ഉണ്ടായ വിലക്കയറ്റം ഓണവിപണിയിൽ വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വിലക്കയറ്റത്തിന്റെ ആശങ്കകൾക്കിടയിലും മുണ്ടുമുറുക്കി കൊടുത്ത് ഓണം ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലാണ് മലയാളികൾ. ഉത്രാടപ്പാച്ചിലോടെ നാടും നഗരവും ഇനി പൂർണ്ണമായും ഓണത്തിരക്കിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.